നമസ്തേ. ഇന്ന് ജൂൺ 19 ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ ശ്രീ പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് പുസ്തകങ്ങളൊന്ന് പരിചയപ്പെടുത്താം. കുട്ടിക്കാലം മുതലേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വീട് വെക്കുമ്പോൾ ചെറിയ ഒരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്യണം, കുറച്ച് പുസ്തകങ്ങളൊക്കെ അതിലൊതുക്കി വെക്കണം എന്നൊക്കെ കരുതിയിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിയിരുന്നു. കുറേയൊക്കെ ആർക്കൊക്കെ വായിക്കാൻ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തതുണ്ട്, പിന്നെ കുറേയൊക്കെ അങ്ങനെയായിട്ട് കേടുന്നു പോയതുണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ള കേടുന്നു പോകാൻ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ കയ്യിലുള്ള കുറച്ച് പുസ്തകങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് നമ്മുടെ ഗണേശ് ജി ഉണ്ടോ, ലോർഡ് ഗണേശ്. ഇപ്പം തുടക്കത്തിൽ അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ ഇതുണ്ടോ, ഇതാ ഇംഗ്ലീഷൊക്കെ ഉണ്ട് കേട്ടോ. യു ബിക്കം വാട്ട് യു തിങ്ക്. സുധാമൂർത്തിയുടെ പുസ്തകമുണ്ട്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇക്കിഗ ഉണ്ട്, ഉണ്ട്. പിന്നെ ഗോൾസ് ഉണ്ട്. പിന്നെ ഇതാ ഹൈദി, നല്ല പുസ്തകം കേട്ടോ. ഇത് രസമറിയാം വായിക്കാൻ, നല്ല ഇഷ്ടപ്പെട്ടു. ഇതാ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ചരിത്രമുണ്ട് അവർക്ക്, അതുണ്ട്. പിന്നെ നമ്മുടെ അക്ഷിതയുടെ കഥകൾ നല്ല രസമാണ്. അക്ഷിതയുടെ കഥകളൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല രസമാണ് വായിക്കാൻ. അക്ഷിത കാണാൻ തന്നെ നല്ല രസമാണ്. അവരുടെ കൃതികൾ അതേപോലെ തന്നെയാണ്, നിഷ്കളങ്കമായിട്ടുള്ളൊരു മുഖം, അതേപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള രചനകൾ. ജീൻവാജി ഉണ്ട്, ദീപാനിശാന്തിൻ്റെ നല്ല രസമാണ് കേട്ടോ. അവരുടെ കൃതികൾ വായിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു 3 പുസ്തകങ്ങളുണ്ട്. നമ്മുടെ മാധവൻകുട്ടിയുടെ പട്ടിൻ്റെ വിളിച്ച്, നമ്മുടെ സഞ്ചാര സാഹിത്യകാരനായ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളൊക്കെ വളരെ രസകരമാണ്. സ്ത്രീ എന്ന് പറയുന്ന പുസ്തകം. പിന്നെ എച്ചുമ്മക്കുട്ടിയുടെ വ്യാഴവട്ടങ്ങളിൽ ചിതറിത്തെറിക്കുന്നത്. ഇത് കൊറോണ കാലത്തെ കുറച്ച് സ്ത്രീകളുടെ ചെറുകഥകളെ 21 സ്ത്രീകളെ എഴുതിയിട്ടുള്ള ചെറുകഥകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഡിസൈനും ബുക്ക് കവർ എല്ലാ സ്ത്രീകളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ എൻ്റെ ഒരു കഥ കൂടിയുണ്ട് കേട്ടോ, പലായനം എന്നുള്ള കഥയുടെ പേര്. ഇത് വിജയലക്ഷ്മിയുടെ കവിതകൾ. ഇതൊക്കെ കവിതകളാണ്. ഇത് അമൃതവർഷിണിയാണ്, ഞാൻ എഴുതിയിട്ടുള്ള കുറച്ച് കവിതകളുടെ സമാഹാരമാണ് അമൃതവർഷിണി. എൻ്റെ കടിഞ്ഞൂൽ സന്താനം പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം. സി രാധാകൃഷ്ണൻ്റെ അദ്വൈത വീക്ഷണം. നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ M.T. വാസുദേവൻ നായരുടെ പുസ്തകമാണ്. നല്ല പുസ്തകമാണിത്. അശ്വത്ഥാമാവറും ഒരാന, M. ശിവശങ്കർ എഴുതിയതാണ്. ഇത് നമ്മുടെ വിവേകാനന്ദ സ്വാമികളെ കുറിച്ചുള്ള പുസ്തകം, തേജസ്വിയായ വാഗ്മി. ഇതാണ് ഇപ്പം ഞാൻ അടുത്ത് അവസാനമായിട്ട് വാങ്ങിയ പുസ്തകം, കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ബാബു അബ്രഹാം എഴുതിയത്. നല്ല പുസ്തകമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ മനസ്സിൽ തട്ടും വിധ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് വായിക്കേണ്ടതാണ്. പിന്നെ തിരക്കഥകളുണ്ട് കേട്ടോ. ഭ്രമരം, പത്മരാജൻ്റെ തിരക്കഥകൾ. പിന്നെ ഇത് നല്ല പുസ്തകമാണ്, ചാണക്യസൂത്രം. എത്ര സൂത്രമൊന്നുമില്ല, പക്ഷെ ചാണക്യസൂത്രം വായിക്കാൻ എനിക്കിഷ്ടമാണ്. ഇതാണ് നമ്മുടെ നാദിയ മുറാദ്, അവസാനത്തെ പെൺകുട്ടി, ദ ലാസ്റ്റ് ഗേൾ എന്നതിൻ്റെ തർജ്ജമയാണ്. നല്ല ഹൃദയത്തിലിങ്ങോട്ട് സൂചി കൊണ്ട് കുത്തുന്നത് പോലെ നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ അനുഭവങ്ങൾ. ആ കുട്ടി സഹിച്ച വേദനകൾ നമുക്കൊന്നും ഓർക്കാൻ പോലും വയ്യ, അത്രയും വേദനകൾ സഹിച്ചൊരു പെൺകുട്ടി. ഇത് നമ്മുടെ അമൃതവാണി, ഖുർആന്റെ പദ്യ പരിഭാഷയാണ്. നല്ലൊരു പുസ്തകമാണ്. ഇതാണ് നമ്മുടെ ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷാണത്. ഇതിൻ്റെ വിശദീകരണമൊക്കെ ഉണ്ട് കേട്ടോ, ഉച്ചാരണവും എല്ലാം ഉണ്ട്. ഇതെൻ്റെ മലയാളം, ഭഗവത്ഗീത മലയാളം. ഇത് നമ്മുടെ ഭാഷാപിതാവിൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഇതിലിങ്ങനെ ഏതെങ്കിലും പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. രസമാണല്ലോ വായിക്കാൻ. നമ്മളെ മനസ്സിനൊരു
സന്തോഷവും സമാധാനവും ആശ്വാസവും കിട്ടും പുസ്തക വായന. ഇതാണ് കയ്യിലുള്ള കുറച്ച് പുസ്തകങ്ങൾ. ഇപ്പോൾ വായനാ ദിനം ആയിട്ടൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇന്നല്ലെങ്കിൽ പിന്നെ ഇന്ന് അല്ലേ? ഓക്കെ, താങ്ക് യു.